പിഞ്ചു കൈകൾ ഈ പുണ്യക്ഷേത്രത്തിൻ നടയിൽ കൂപ്പുന്നു ഈ പിഞ്ചു കൈകൾ. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ NP അബ്ദുൽ ഗഫൂർ മാസ്റ്റർ, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ, ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അദ്ദേഹത്തെ ക്ഷണിക്കട്ടെ. മാനവ സൗഹാർദ്ദത്തിൻ്റെയും സമത്വത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വിളനിലമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വരണം എന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യമക്കളുടെ ഏകോദര സഹോദരങ്ങളായ മനുഷ്യമക്കളുടെ പുനരൈക്യത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയുമായ ഒരു വലിയ സന്ദേശം വിളിച്ചുണർത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു സാംസ്കാരിക സമ്മേളനം ആരംഭം കുറിക്കുന്നത്. ശ്രീ CP രാജശേഖരൻ അവർകളാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ 36 വർഷത്തിലധികമായി കേരളത്തിലെ TV, റേഡിയോ ശ്രോതാക്കളും അനുവാചകരുമായ ആളുകൾക്ക് സുപരിചിതനായ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഹൃദയംഗവുമായി ഈ വേദിയിലേക്ക് സംഘാടക സമിതിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ പരിപാടിയിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രൊഫസർ OJ ചിന്നമ്മ അവർകളാണ്. കുടുംബിനികളുടെ ഒരു പ്രതീകമായി മാറിയിട്ടുള്ള പ്രൊഫസർ OJ ചിന്നമ്മ അവർകൾ ഈ പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് പ്രൊഫസർ OJ ചിന്നമ്മ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് വർത്തമാനം ദിനപത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ മുജീബുർ റഹ്മാൻ കിനാലൂർ അവർകളാണ്. മുജീബുർ റഹ്മാൻ കിനാലൂർ അവർകളെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ മഹത്തായ പരിപാടി നിയന്ത്രിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് PTA വൈസ് പ്രസിഡന്റ് MM ഇസ്മായിൽ മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രസ്ഥാനത്തെ, ഈ സ്ഥാപനത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമാക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജർ PK സുലൈമാൻ മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യാപക രക്ഷാകർത്തൃ സമിതിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് PI പുഷ്പരാജക്കുറുപ്പ് അവർകളാണ് ഈ വേദിയിൽ പ്രസീഡിയം അലങ്കരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത്. ഈ വർഷം നമ്മോട് സാങ്കേതികമായി പിരിയേണ്ടി വന്നിട്ടുള്ള M രാജഗോപാലൻ മാസ്റ്റർ അവർകളാണ് നമ്മുടെ പ്രിൻസിപ്പൽ. ബഹുമാന്യനായ സ്നേഹസമ്പന്നനായ പ്രിൻസിപ്പൽ അവർകളെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ്സായ VV ജയശ്രീ ടീച്ചർ, നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി KT അബ്ദുൽ മജീദ് മാസ്റ്റർ, ഈ സ്ഥാപനത്തിൻ്റെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ നവീനാക്ഷം മാസ്റ്റർ, പിന്നീട് നന്ദി പ്രകാശിപ്പിക്കുന്ന M സിറാജുദ്ദീൻ മാസ്റ്റർ തുടങ്ങിയ മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഞാൻ എൻ്റെ സ്വന്തം പേരിലും സംഘാടക സമിതിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ചക്കാലക്കൽ ഹൈസ്കൂളിൻ്റെ വാർഷികമെന്ന് പറയുന്നത് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു വാർഷികമായി, ഒരു ആഹ്ലാദ ദിനമായി കൊണ്ടാടാൻ സഹകരിക്കുന്ന PTA ഭാരവാഹികൾക്കും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും മറ്റെല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുഹൂർത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കാലത്തോളം ഒരു ഹൈസ്കൂൾ ഇല്ലാതിരുന്ന മടവൂർ പഞ്ചായത്തിൽ 33 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയും ഇതിൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടത്തിലും ഇതിനാവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ഇതിൻ്റെ എക്സ്ട്രാ മുഴുവൻ
സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക, എല്ലാ ദിവസവും ഈ സ്കൂളിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു മാനേജറും നമുക്കുണ്ട്. വളരെ ഭംഗിയായ തരത്തിൽ സ്കൂളിന് പ്രത്യേകമായൊരു ലൈബ്രറി കെട്ടിടം സ്ഥാപിച്ചു തന്ന് ആ ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടക്കുകയാണ്. ശ്രീ BC രാജശേഖരൻ സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം അവസാനിപ്പിക്കും. ജയ് ഹിന്ദ്. ആദരണീയനായ ശ്രീ CP രാജശേഖരൻ സാറിനെ ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുവാൻ ആദരപൂർവം ക്ഷണിക്കാം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനിതുപോലെ പണ്ട് പ്രസംഗം കേൾക്കാനിരുന്ന ഇരിപ്പാണ് എൻ്റെ ഓർമ്മകളിലുള്ളത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപകൻ്റെ മുമ്പിൽ വന്ന കുട്ടിയോട് പറഞ്ഞത് നമ്മളിപ്പോൾ പ്രാർത്ഥനയായിട്ട് ചിലയിടത്തൊക്കെ ചൊല്ലുന്നുണ്ട്. അത് പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥവും പറഞ്ഞു വരാം. അങ്ങനെ നമുക്ക് തുടങ്ങാം. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയാമോ? സഹനാവവധു, ഞാനും നീയും ഒരേ കൂരയിൽ താമസിക്കുന്നു, ഒരേ സൂര്യപ്രകാശത്തിൽ, ഒരേ മഴത്തുള്ളിയിൽ, ഒരേ കാറ്റ് ശ്വസിച്ച്, ഒരേ അന്തരീക്ഷത്തിൽ ഒരു വീട്ടിനകത്ത് നമ്മൾ രണ്ടുപേരും താമസിക്കുന്നു. സഹനവും ഭുനക്തു, ഞാനും നീയും ഒരേ ആഹാരം ഒരേ അളവിൽ കഴിക്കുന്നു, ഒരേ പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്നു. നമ്മൾ ഒരേ സാഹചര്യത്തിൽ ജീവിക്കുന്നു, ഒരേ ആഹാരം കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹവീര്യം കരവാവഹേ, എനിക്കും നിനക്കും. അപ്പം നമ്മൾ രണ്ടുപേരും ഒരേ ആഹാരം കഴിക്കുന്നു, ഒരേ വീട്ടിൽ താമസിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹവീര്യം കരവാവഹേ, എനിക്കും നിനക്കും ഒരേ വീര്യമാണുള്ളത്, ഒരേ ശക്തിയാണുള്ളത്, ഒരേ തേജസ്സാണുള്ളത്. ഞാനും നീയും തമ്മിൽ യാതൊരു ഭേദവുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? മാ വിദ്വിഷാമഹേ, അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു വിദ്വേഷത്തിനും സാധ്യതയില്ല. നമ്മൾ തമ്മിൽ യാതൊരു രീതിയിലും ശത്രുപക്ഷത്തല്ല, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഇത് കേനോപനിഷത്തിലെ ഒരു ആദ്യത്തെ മന്ത്രമാണ്. പലയിടത്തും പ്രാർത്ഥനയായിട്ട് ആളുകൾ ചൊല്ലാറുണ്ട്. ഒരധ്യാപകൻ വിദ്യാർത്ഥിയോട്, തൻ്റെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥിയോട് ആദ്യമായിട്ട് പറയുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. അധ്യാപകനും വിദ്യാർത്ഥിയും ഒരേ തലത്തിലാണ്, ഒരേ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, ഒരേ ആഹാരമാണ് ഭക്ഷിക്കുന്നത്, ഒരേ ഊഷ്മാവും ഒരേ വായുവുമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ബലമാണ്. അധ്യാപകൻ്റെ അതേ ശക്തിയാണ് വിദ്യാർത്ഥിക്കുമുള്ളത് എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു ഉത്തേജനം നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? ഒരാശ്രമത്തിൽ, ഒരു കാട്ടിനകത്തൊരു ചെറിയ ആശ്രമത്തിൽ സംസാരിക്കേണ്ട ആരെങ്കിലും ഇല്ല. കാട്ടിനകത്തൊരാശ്രമത്തിൽ ഒരു മുനി താമസിച്ചിരുന്നു. മുനി എന്ന് പറഞ്ഞാൽ താടിയൊക്കെ നീട്ടി വളർത്തി ഒരു എല്ലംകോരി സ്വാമി താമസിച്ചിരുന്നു. അവിടെ കിട്ടുന്ന പച്ചക്കറിയൊക്കെ തിന്ന് ഇത്തിരി കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ച് കഷ്ടിച്ച് ജീവിക്കുന്ന ഒരു സ്വാമി ജീവിച്ചിരുന്നു. ആ സ്വാമിക്കൊരു കഴിവുണ്ടായിരുന്നു. പക്ഷികളും ജന്തുക്കളുമൊക്കെ സംസാരിക്കുന്നതും ചിന്തിക്കുന്നത് പോലും സ്വാമിക്ക് മനസ്സിലാവും. ആൾ വീരനാണ്. അതിലടുത്തേക്ക് കൂടെ ആരെങ്കിലും പോകുമ്പോൾ ചിന്തിച്ചാൽ മതി, ചിന്തിക്കുന്ന കാര്യം പോലും സ്വാമിയുടെ മനസ്സിൽ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു നായക്കുട്ടി, ഒരു പട്ടി, നമ്മുടെ മലബാറിൽ ചില സ്ഥലത്ത് നായ എന്ന് പറയും, ഞങ്ങളൊക്കെ പട്ടി എന്ന് പറയും. അവിടെ ആടും പെണ്ണുള്ള വ്യത്യാസം. പട്ടി ശരി, ആണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. അത് പതുക്കെ കടന്നു വന്നു മുന്നിൻ്റെ അടുത്തേക്ക്. അപ്പം മുനിക്ക് മനസ്സിലായി ഇവൻ ചാപ്പാടൊന്നും കിട്ടാതെ തെണ്ടി തിരിഞ്ഞ് വരികയാണ്. കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അവിടെ വന്ന് മുനി ആഹാരമൊക്കെ കൊടുത്തു. ആഹാരം കൊടുത്ത് കുറേ ദിവസം കഴിഞ്ഞ് പട്ടിക്കുട്ടി ദാരിദ്ര്യമൊക്കെ മാറി, ക്ഷീണമൊക്കെ മാറി നന്നാവാൻ തുടങ്ങി. ആ പട്ടിക്ക് തോന്നി ഇങ്ങനെ ഈ ചീരക്കറിയും വെണ്ടയ്ക്കയും പാവയ്ക്കൊക്കെ കഴിച്ചിട്ട് ശരിയാവണില്ല, ഒക്കെ ഇത്തിരി വേറെ എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആടുകളൊക്കെ മേയുന്നുണ്ട്. അപ്പോൾ മുനിയോട് പറഞ്ഞു, നായി പറഞ്ഞു, അങ്ങ് വളരെ ശക്തിയുള്ള ആളാണ് എന്നൊക്കെ ഞങ്ങളുടെ കൂട്ടർ പറയുന്നുണ്ട്. ഞങ്ങൾ മനസ്സിൽ ചിന്തിക്കുമെങ്കിലും മനസ്സെന്ന് പറയുന്നുണ്ട്. എനിക്ക് ഈ പട്ടിയുടെ ജീവിതം മടുത്തു. എന്നാൽ എല്ലാവരും പട്ടി എന്ന് വിളിക്കുന്നു, അത് എന്നെ നാണക്കേട്. ഈ ജീവിതം എനിക്ക് മടുത്തിരിക്കുന്നു. എൻ്റെ ഒരു ആടെങ്കിലും ആക്കി തരാൻ പറ്റുമോ? നടക്കല്ലോ, ഒരാടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ മുനി പറഞ്ഞു, ശരി, നിൻ്റെ ആഗ്രഹമല്ലേ, ആദ്യമായിട്ട് വന്ന് നീ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഉപകാരം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് ഒഴിഞ്ഞൊരു പൂവും വെച്ചാൽ പട്ടി വേഗം ഒരു ആടായി മാറി. അവിടെയൊക്കെ നടന്ന് ആട് പച്ചലയൊക്കെ തിന്ന് വള്ളിച്ചെടിയൊക്കെ പൊട്ടിച്ച് മറിച്ച് ഓടി ചാടി കളിച്ച് കുറേ ദിവസം ജീവിച്ചപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായി ഇത്
സ്വാമിയാർ തന്നത് ഈ ഇലയൊക്കെ തന്നെ വച്ച തന്നത്, ഇത് പച്ച. വലിയ വ്യത്യാസമൊന്നുമില്ല, പച്ച ആയാലും ശരി പച്ച ആയാലും ശരി. വേറെ എന്തെങ്കിലും തിന്നാൻ പറ്റുമോ നോക്കട്ടെ. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മുന്നിലെടുത്ത് വീണ്ടും വന്നു, തലയൊക്കെ ചൊറിഞ്ഞു നിന്നു. എന്താടാ? അത് അങ്ങ് എന്നെ ആടാക്കിയതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ തിന്ന് ഇവിടെ സുഖമായിട്ട് ജീവിച്ചു. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി ശക്തിയുള്ള ഒരാളെ കണ്ടാൽ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പേടിക്കണ്ടേ, ആളെ പേടിപ്പിക്കാൻ ഒരു പുലിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. മുനി പറഞ്ഞു, ശരി ആക്കിത്തരാം, എന്നെ ഒരു പുലിയാക്കി തരാം. വേഗം വീണ്ടും വെള്ളമൊക്കെ എടുത്ത് ഊതി ആട് പുലിയായി മാറി. പുള്ളിപ്പുലി, നല്ല ശക്തിയൊക്കെ ഉള്ള, വാലൊക്കെ ചുരുട്ടി അങ്ങോട്ട് ഓട്ടി ഇങ്ങോട്ട് ഓട്ടി എന്നൊക്കെ. കുറേ ദിവസം അങ്ങനെ നടന്നപ്പോൾ പുലിക്ക് മനസ്സിലായി, ഞാനല്ല കാട്ടിലെ ഏറ്റവും വലിയ ആൾ, എന്നെക്കാൾ വലിയ ഒരാളുണ്ട്. ആരാത്? കാട്ടിലെ പുലിയൊക്കെ വലിയ ആരാ? മിണ്ടല്ലോ. ആ, സിംഹമുണ്ട്. അപ്പോൾ അവനാണ് രാജാവ്. അപ്പം ഞാൻ വീണ്ടും അസിസ്റ്റൻ്റായിട്ട് പോയി നിന്നിട്ടും കാര്യമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ചേരില്ല. വീണ്ടും മുന്നിലെടുത്തു വന്നു. മുനി പുലിയൊക്കെ കൊള്ളാൻ, ജീവിതമൊക്കെ കൊള്ളുന്ന കുറച്ചൊക്കെ ഇറച്ചിയൊക്കെ പച്ചമാംസമൊക്കെ ഞാൻ കടിച്ചു തരുന്നു, സുഖം ആണ്. പക്ഷേ എന്നെക്കാൾ വലിയ അവനുണ്ട് സിംഹം, ശരിക്കും പിടിക്കുക. അപ്പോൾ എന്നെ ഒരു സിംഹമാക്കി തന്നെ ഈ കാട്ടിലെ രാജാവായിട്ട് കുറച്ച് കാലം ഒന്ന് വിലസണം. അവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ ഒന്ന് ആയാക്കൊള്ളുന്ന ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് അങ്ങനെ ആക്കി തരണമെന്ന് പറഞ്ഞു. വീണ്ടും വന്നു, ആൾ വെള്ളമൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അങ്ങനെ പുലി സിംഹമായി, ആട് പട്ടിയായി, പട്ടി പുലിയായി, പുലി സിംഹമായി. അപ്പോൾ സിംഹത്തിനേലും വലിയൊരു ആളവിടെ ഉണ്ട്. വെട്ടടി വീരൻ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അതിന് നമുക്ക് എന്ത്, നമ്മുടെ ഈ അനകൊണ്ടയൊക്കെ പോലെ എന്തെങ്കിലും സാധനം, മനുഷ്യനെയും പിടിച്ചിരുന്ന സാധനം. സിംഹത്തിന് തോന്നി, സിംഹമായിട്ട് കുറേ ആണെന്നപ്പോൾ എന്താ, സിംഹത്തിനെ പിടിച്ചിരുന്ന മനുഷ്യരും തിന്നുന്ന വലിയൊരു ജീവിയുണ്ട്. അവന് വീണ്ടും മുന്നെടുത്ത് പറഞ്ഞു, ഞാൻ കുറേ കാലം ഈ കാട്ടിലെ രാജാവായി, പക്ഷേ എന്നെയും പേടിപ്പിക്കുന്ന എന്നെക്കാൾ വലിയൊരു ജീവിയുണ്ട് ഇവിടെ, ഭീകര അരകൊണ്ട, അതൊന്നാക്കി തരുമെന്ന് ചോദിച്ചു. വീണ്ടും പറഞ്ഞു. മുനി വീണ്ടും പാവം, എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആൾ വീണ്ടും വെള്ളം പറിച്ച് പൂവ് വെച്ച് ഊതി, ശരി നീ ഒരു അനകൊണ്ടയായി പോട്ടെ എന്ന് പറഞ്ഞു. കൊണ്ടയായപ്പോഴെന്താ, ഇയാൾ അനകൊണ്ട ഇങ്ങനെ വായൊക്കെ നിർത്തി വന്നതാരാ, നേരെ മുമ്പിൽ മുനിയാണ് നിൽക്കുന്നത്. മനുഷ്യനെയും തിന്നുന്ന ആളാണ്. എന്നാൽ ഇയാളെ തന്നെ ആദ്യം തിന്നു കളയാം, നമ്മുടെ മുമ്പിൽ കിട്ടിയ ഇയാളെ തന്നെ ആദ്യം തിന്നു കളയാൻ വാ വിളിച്ചു. അപ്പോൾ ഗുരുവിനറിയാം ഓരോരുത്തരുടെ ഇൻറ്റൻഷൻ പോലും അറിയാം. ഗുരു വീണ്ടും വെള്ളമെടുത്ത് പഴയ പട്ടിയായിട്ട് തിരിച്ചു. എടാ നന്ദിയില്ലാത്ത നായെ, നിന്നെ വലുതാക്കി ഇവിടം വരെ കൊണ്ടുവന്നപ്പോൾ നിനക്ക് എന്നെ തിന്നണം അല്ലടാ. വീണ്ടും ആ കൊടിച്ചിപ്പട്ടി, യാതൊരു ശക്തിയുമില്ലാത്ത വന്നു കയറിയ ശക്തി കുറഞ്ഞ പട്ടിക്കുട്ടിയാക്കി മാറ്റി. കഥ ഇതാണ്. ഇത് ഭീഷ്മർ പറയുന്നത് വലിയ ആളുകളോട് പറയുന്ന നിയമം. ഓരോ പടി കയറി വരാനും ഒരുപാട് പേരുടെ സഹായം നമുക്ക് വേണം. നമ്മൾ മാത്രം വിചാരിച്ചാൽ ആരും എങ്ങും എത്തില്ല. ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും കാലാവസ്ഥയുടെയും സാഹചര്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ആനുകൂല്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വളർന്ന് വലുതായി വരുന്നത്. വലുതായി കഴിയുമ്പോൾ ഞാൻ എല്ലാത്തിനും പോന്നവനാണ്, എന്നാൽ എല്ലാത്തിനും നശിപ്പിക്കാം എന്ന് വിചാരിക്കുക. ആരെന്ത് ദാനം തന്നാലും അത് ചീത്ത ഉദ്ദേശത്തിൽ ഉപയോഗിക്കരുത്, ചീത്ത ലക്ഷ്യത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. സംസ്കാരം എന്ന് പറയുന്നത് സമാധാനപരമായി എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ്. നിങ്ങളതുകൊണ്ട് ഈ കഥ കേൾക്കണം. അത് കുട്ടികളോടല്ല വലിയവരോടാണ് പറയുന്നത്. ഞാനിപ്പോൾ അത് കുട്ടികളോട് പറയുന്നു. ഈ സ്കൂൾ നിങ്ങൾക്ക് മറക്കാനാവില്ല, ഇവിടുത്തെ അധ്യാപകർ നിങ്ങൾക്ക് മറക്കാനാവില്ല, ഇവിടെ കിട്ടുന്ന ചങ്ങാത്തം നിങ്ങൾക്ക് മറക്കാനാവില്ല, നിങ്ങൾ വന്ന വഴികൾ നിങ്ങൾക്ക് മറക്കാനാവില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും ആരും നമുക്ക് മറക്കാനാവില്ല. അവരോടൊക്കെ നന്ദിയുള്ളവരാകണം. വലിയവർ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോഴും എന്നെ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടാൽ ചിലരൊക്കെ മരിച്ചുപോയി പാവങ്ങൾ, ഇവ കണ്ടാലും നമുക്ക് എന്തൊരു ബഹുമാനമാണ് തോന്നുക, അവരോട് എന്ത് സ്നേഹമാണ് തോന്നുക. അവർ നമ്മളെ അതേക്കാൾ കൂടുതൽ ബഹുമാനിക്കുമെങ്കിലും നമുക്ക് ആ ഓർമ്മകളുണ്ടാവണം. ഇവരൊക്കെയാണ് വളർത്തിയത്. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളുകൾ, എന്നെ മലയാള സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ആളുകൾ, സംസ്കൃത സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എപ്പോഴും അവർ ഒരു ദീപം പോലെയാണ്, പ്രാർത്ഥന പോലെ കൊണ്ടു നടക്കണം. അത് നിങ്ങൾക്കുണ്ടാകണം. അതാണ് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ കാര്യം. പരസ്പരം നന്ദി ഉണ്ടാകുക, പരസ്പരം ബഹുമാനം ഉണ്ടാകുക, പരസ്പരം ആദരിക്കുക, പരമാവധി താഴ്ന്ന നിലത്തെ നീരോടുന്ന് കേട്ടില്ലേ, ത്യാഗം എന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി. ത്യാഗത്തിനുള്ള മനോഭാവം ഇതൊക്കെ എൻ്റെ മക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം സാറന്മാരോട് പറയാൻ പറ്റാത്ത, വീട്ടിലെ ഉമ്മയോടോ ഉപ്പയോടോ അച്ഛനോടോ അമ്മയോടോ പറയാൻ പറ്റാത്ത സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കണം, എന്നോട് സ്വകാര്യമായിട്ട് വിളിച്ച് പറയണം. ആരും വേറെ കടുങ്കയൊന്നും ചെയ്ത് കളയരുത്. നമുക്കിവിടെ മാന്യമായിട്ട് അഭിമാനത്തോടെ ഒരു കുഴപ്പവും പറ്റാതെ ജീവിക്കാൻ ഒരുപാട് അവസരങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഒരു വാതിൽ അടഞ്ഞു വെച്ച് നമ്മുടെ ഭാവി അടഞ്ഞു പോകുന്നില്ല.
ഒരു പരീക്ഷയ്ക്ക് തോറ്റു വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം അടഞ്ഞു പോകുന്നില്ല. ഒരുപാട് വാതിലുകൾ, ഒരുപാട് പരീക്ഷകൾ, ഒരുപാട് സഹോദരങ്ങൾ, സഹൃദയർ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഈ ഭൂമി അത്ര വലുതാണ്, അത്രയധികം ഫലഭുഷ്ടമാണ്, അത്രയധികം നിറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, സാഹചര്യമുണ്ട്, സൗകര്യമുണ്ട് എന്ന് വിചാരിച്ച് അഭിമാനത്തോടെ തല ഉയർത്തി ജീവിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ മഹത്തായ സമരം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പ്രൊഫസർ ശ്രീമതി OJ ചിന്നം. നിങ്ങൾ ഞങ്ങളുടെ ആശ, അനന്തമായ സ്വപ്നം. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളാണ് ഈ കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ അനന്തമായ സ്വപ്നം. നിങ്ങളാണ് ഞങ്ങളുടെ ആശ. തീർച്ചയായും നിങ്ങളിലൂടെ ഈ കേരളം ഒട്ടനവധി ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ എന്ന് ജഗന്നിയന്താവിനോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആഹാര നിദ്ര ഭയ മൈഥുനം ച സമാനമേതത് പശുഭിർനരാണം ധർമ്മോ ഹി തേഷാമധികോ വിശേഷ ധർമ്മേണ ഹീനാഹ പശുഭി സമാന. ഇതൊരു സംസ്കൃതം ശ്ലോകം. മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ അവർ ആഹാരം കഴിക്കുന്നു, രണ്ടുപേരും തുല്യരാണ്. അവർ ഉറങ്ങുന്നു, ഭയമുണ്ട്, മൈഥുനേച്ഛയുണ്ട്. പക്ഷേ മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു മഹത്തായ സിദ്ധിവിശേഷം ധർമ്മചിന്ത, മൂല്യബോധം, ധർമാധർമ്മ വിവേകം, സത്യാസത്യ വിവേകം, പരക്ലേശ വിവേകം. അതാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ചെറിയ കുട്ടിയാകുമ്പോൾ എൻ്റെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന ഒരാശാൻ, കടമറ്റത്താശാൻ, നടന്നു പോകുമ്പോൾ ചില വാക്കുകൾ ഉച്ചരിക്കും. ഗുരുജ്ഞാനം രുസ്തൻ നിവാരകഃ ഗുരു. ഇരുട്ടകറ്റുന്നവൻ ഗുരുനാഥൻ, അന്ധകാരം അകറ്റുന്നവൻ ഗുരുനാഥൻ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ ഗുരുനാഥൻ, അധ്യാപകൻ. ഞാൻ ആ വാക്കൊക്കെ കേട്ടപ്പോൾ അന്തം വിട്ടുപോയി. എന്തൊരർത്ഥം! ഗുരു എന്ന വാക്കിന് ഇത്രമാത്രം വിശാലമായ അർത്ഥവത്തായ ഒരർത്ഥം എന്നെ പഠിപ്പിച്ചത് ആ ആശാനാണ്. നല്ല മക്കളായി ഈ സ്ഥാപനത്തിലെ കുഞ്ഞുമക്കൾ ഉണരട്ടെ, ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കിവിടെ അവസരം തന്നതിന് എല്ലാവരോടുമുള്ള നന്ദി. ശ്രീമാൻ അബ്ദുൽ ഗഫൂർ സാറിനോടും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ മാനേജറോടും ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ വർഷം റിട്ടയർ ചെയ്തു പോകുന്ന ബഹുമാന്യരായ ഗുരുജനങ്ങളോടും എല്ലാമുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥാപനം ഇനിയും ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് കുതിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് തന്ന അവസരത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ മുജീബ് റഹ്മാൻ കിനാലൂർ. വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണിത്. ചെറിയ കുട്ടികൾ ചെറുപ്രായത്തിൽ വളരെ അകൃത്രിമമായ, വളരെ എന്താ പറയുക, പ്രകൃതിപരമായ രീതി, നൈസർഗികമായ സവിശേഷതകൾ കൂടിയിട്ടാണ് ജനിക്കുന്നത്. ആ കുട്ടികൾക്ക് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നു. പക്ഷേ മുതിർന്നു വരുമ്പോൾ സമൂഹത്തിലെ ഈ മാലിന്യങ്ങളുമായി ചേർന്നുകൊണ്ട് അവരുടെ സംസ്കാരം ക്ഷയിച്ചു പോകുന്നു. അവർ കുറ്റവാളികളായി മാറുന്നു, ക്രിമിനലുകളായി മാറുന്നു. നമ്മൾ ആലോചിക്കുക, എല്ലാ കുഞ്ഞുങ്ങളും, ഈ ഭൂമിയിൽ പറന്നു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും, അത് ഏത് മതക്കാരനായിരുന്നാലും ജാതി ആയിരുന്നാലും ഒക്കെ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും വളരെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളായിട്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾ തന്നെയാണ് പിന്നീട് വലിയ കൊലപാതകളാവുന്നത്, വലിയ കുറ്റവാളികളായി മാറുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നേർവഴിയിലേക്ക്, ഏറ്റവും നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യമാണ് സമൂഹത്തിനുള്ളത്. ആ ദൗത്യമാണ് വാസ്തവത്തിൽ ഇതുപോലുള്ള വിദ്യാലയങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല കുട്ടികളായി വളരെ നിഷ്കളങ്കമായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാനും ഉയരങ്ങൾ നേടാനും വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യമായ സംസ്കരണം എല്ലാ അർത്ഥത്തിലും കരസ്ഥമാക്കാനും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി ശ്രീ എം സിറാജുദ്ദീൻ മാസ്റ്റർ. ഈ പരിപാടി ഇവിടെ ഔപചാരികമായി
ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ബഹുമാന്യനായ ശ്രീ CP രാജശേഖരൻ സാറാണ്. അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ എല്ലാവിധത്തിലുള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാന്യനായ പ്രൊഫസർ OJ ചിന്നമ്മ മാഡം, ബഹുമാന്യയായ മാഡത്തിന് ഈ സ്ഥാപനത്തിന് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി പങ്കെടുത്ത് ഇതിൽ പ്രസംഗം നടത്തിയിട്ടുള്ള ബഹുമാന്യനായ പത്രപ്രവർത്തകൻ, ചിന്തകൻ ശ്രീ മുജീബ് റഹ്മാൻ കിനാരൂർ സാർ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചിട്ടുള്ളത് ബഹുമാന്യനായ ഇവിടുത്തെ PTA വൈസ് പ്രസിഡൻറ്റ് MM ഇസ്മായിൽ മാസ്റ്റർ അവർകളാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഡെപ്യൂട്ടി HM ഗഫൂർ സാറിന് എല്ലാവിധത്തിലുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യനായ PTA പ്രസിഡൻറ്റ്, അതോടൊപ്പം തന്നെ ബഹുമാന്യനായ HM, അതേപോലെ തന്നെ അവിനാശൻ സാർ, നേരത്തെ രാജഗോപാലൻ സാർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ ഈ സ്ഥാപനം ഈ നിലയിലേക്ക് എത്തിച്ച ബഹുമാന്യനായ നമ്മുടെ മാനേജർ സർ, ഈ പരിപാടി ഇത്രയും സമയം ഇവിടെ ശ്രവിച്ചിരുന്ന എൻ്റെ സ്നേഹനിധികളായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റായ ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.
സാംസ്കാരിക സാമൂഹ്യ നവമണ്ഡലത്തിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ ഉയർന്നുദിച്ച ചക്കായാത്രയാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഈ പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോട് നടക്കുന്ന ഈ ഘോഷയാത്രയ്ക്ക് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അർപ്പിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ അറിവിന്റെ അഗ്നിജ്വാലകൾ ഒരുങ്ങിയ ഈ അക്ഷര തിരുമുഖത്തേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നത് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ പഠന മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കും ഈ വർഷം സ്കൂൾ ചരിത്രപരമല്ല മണവൂർ ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാനത്തിന്റെ വിജയഗാഥയുമായി മുന്നോട്ട് പോകുന്ന ചെക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ 33ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ്. ഉന്നത വിജയത്തിന്റെ 33 സംവത്സരങ്ങൾ പിന്നിട്ട പ്രഗത്ഭരും പ്രശസ്തരുമായ ഒട്ടേറെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ അറിവിന്റെ അഗ്നിജ്വാലകൾ ഈ അക്ഷര തിരുമുഖത്തേക്ക് ഇന്ന് നടക്കുന്ന ഉദ്ഘാടനത്തിൽ ലൈബ്രറി
സംസ്കാരികമായി മുന്നോട്ട് കുതിക്കുന്ന ചെക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ 33-ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ്. സ്കൂളിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ചെക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ 33-ാം വാർഷികാഘോഷത്തിന്റെ കേരളത്തിന്റെ പ്രഗത്ഭരായ ലൈബ്രറി കെട്ടിടോദ്ഘാടനം, വാർഷികാഘോഷം എന്നിവയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരെ ആദരിക്കുന്നു. ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട കോഴിക്കോടിന്റെ പ്രിയങ്കരനായ എം കെ രാഘവൻ അവർ സുവനീർ പ്രകാശനം നടത്തുന്നു. ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. 1982 ഓഗസ്റ്റ് മാസം 15-ാം തീയതി 11 മണിക്ക് ബഹുമാന്യനായ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ വിദ്യാലയം കഴിഞ്ഞ 33 വർഷമായി സ്തുത്യർഹമായ നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്.
ഈ വാർഷികത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ചിട്ടുള്ള ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏതാനും നിമിഷത്തിനുള്ളിൽ നിർവഹിക്കുകയാണ്. കേവലം 136 കുട്ടികളും 7 അധ്യാപകരും ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫുമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. ഒരു ഓലമേഞ്ഞ ഷെഡിൽ തുടക്കം കുറിച്ച ഈ വിദ്യാലയം 33ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ 8, 9, 10 ക്ലാസ്സുകളിലായി 44 ഡിവിഷനുകളിലായി 2075 കുട്ടികൾ പഠിച്ചു വരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 400 കുട്ടികളും പഠിക്കുന്നു. അങ്ങനെ 2475 കുട്ടികൾ ഇന്ന് ഈ വിദ്യാലയത്തിനകത്ത് പഠിച്ചു വരുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ചുരുക്കം വിദ്യാലയങ്ങളിൽ ഒന്നായി നമ്മുടെ ഈ വിദ്യാലയം മാറിയിരിക്കുകയാണ്. അധ്യാപകരും ഏതാണ്ട് 100ഓളം അധ്യാപകർ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലുമായി 100ഓളം അധ്യാപകരും 10ഓളം അനധ്യാപകരും ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. 2002 വർഷത്തിൽ അൺഎയ്ഡഡ് +2 ബാച്ചും 2010 എയ്ഡഡ് ബാച്ചും നമുക്ക് അനുവദിച്ച് കിട്ടി. മികച്ച 6 സയൻസ് ലാബും 70ഓളം കമ്പ്യൂട്ടറുള്ള 3 കമ്പ്യൂട്ടർ ലാബും പ്രവർത്തിച്ചു വരുന്നു. സ്വന്തമായി ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതോടെ മികച്ച ഒരു സ്കൂൾ ലൈബ്രറി നമുക്ക് ഉണ്ടാവുകയാണ്. ആരംഭകാലം മുതൽ ജില്ലയിലെ മികച്ച വിജയശതമാനമാണ് നമ്മുടെ ഈ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുള്ളത്. 2013-14 വർഷം 574 കുട്ടികളെ SSLC പരീക്ഷയ്ക്കിരുത്തി 570 കുട്ടികൾ വിജയിച്ചു. വിജയശതമാനം 99.2. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 95% കുട്ടികളെ വിജയിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 24 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സബ് ജില്ലാ കലാമേളയിൽ ജനറൽ വിഭാഗത്തിലും അറബിക് കലാമേളയിലും സ്പോർട്സിലും ഗെയിംസിലും ഈ വർഷവും ഓവറോൾ കിരീടം നേടിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയമാണ്. സ്കൗട്ട്, ഗേഴ്സ്, JRC എന്നിവയെല്ലാം ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട MLA VM ഉമ്മർ മാസ്റ്ററാണ്. ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിക്ക് താങ്ങും തണലുമായി എക്കാലവും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച VM ഉമ്മർ മാസ്റ്റർ അവരുകളെ ഈ മഹത്തായ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MLA സാദരം ക്ഷണിക്കുന്നു. മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ MP MK രാഘവൻ അവറുകളാണ്. അദ്ദേഹം കൊടുക്കുന്ന ലിസ്റ്റുകളിലൊക്കെ തന്നെ മുന്തിയ പരിഗണന ഈ വിദ്യാലയത്തിന് നൽകി വരാറുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. ബഹുമാന്യനായ MP-യെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. ഈ വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന സോവനീറിൻ്റെ പ്രകാശന കർമ്മം കൂടി നിർവഹിക്കുന്നത് ബഹുമാന്യനായ MP-യാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു മോഹൻ, മെമ്പർമാരായ സഫിയ മുഹമ്മദ്, സുലോചന ടീച്ചർ എന്നിവരെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ ശ്രീ KC അബു ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകരിൽ സ്ഥാപന കാലത്ത് മുതൽക്ക് തന്നെ ഞങ്ങളെ വളരെയധികം സഹായിക്കുകയും ഈ വിദ്യാലയത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചു വരുന്ന ബഹുമാന്യനായ KC അബു സാഹിബ് അവറുകളെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയൊന്നും വികസനം വന്നു ചേർന്നിട്ടില്ലാത്ത 33 കൊല്ലങ്ങൾക്കപ്പുറം ഒരു ഹൈസ്കൂൾ എന്ന ഈ പ്രദേശത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയും പിന്നീട് പടിപടിയായി ഉയർന്നുയർന്ന് ഹയർ സെക്കൻഡറി തലം വരെ എത്തുകയും 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കാനും നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന SSLC പരീക്ഷ എഴുതുന്ന A+ ലഭിക്കുന്ന എന്ന ഖ്യാതി നേടാനും കഴിഞ്ഞ ജില്ലയിലെ എണ്ണം പറഞ്ഞ സ്കൂളുകളിൽ ഒന്നായി ചക്കാലക്കൽ ഹൈസ്കൂളിന് മാറാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ രേഖയിൽ വലിയ ഒരു പുരോഗതി കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ പാഠ്യേതര രംഗത്തുമൊക്കെ മികവ് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനമായി ഉയർന്നു വന്നപ്പം
ഈ നാട്ടുകാരും മറ്റു ജനപ്രതിനിധികളും എല്ലാവരും നൽകുന്ന സഹായവും സേവനവുമാണ് വലിയ ഒരു പുരോഗതിയിലേക്ക് ഈ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്താൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർ, പ്രിൻസിപ്പളായി റിട്ടയർഡ് ചെയ്യുന്ന രാജഗോപാലൻ മാഷ് ഉൾപ്പെടെ വേദിയിലുള്ള 6-7 അധ്യാപകർ അവരുടെ സേവന കാലഘട്ടം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക്, വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ പഠന നിലവാരം ഉയർത്തുന്നതിന് എല്ലാം സഹിച്ചിട്ടുള്ള സേവനവും ത്യാഗവുമാണ് ഒരു വലിയ പരിധിയോളം ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. ഇപ്പോൾ രാജഗോപാല മാഷ പോലെയുള്ള അധ്യാപകന്മാർ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ കഴിവുകളും എല്ലാം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ റിട്ടയർമെൻറ്റ് ചെയ്താൽ തന്നെയും അവരുടെ ശിഷ്ടകാലവും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക്, അതുപോലെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ പൊതുപ്രവർത്തന രംഗത്ത് ഒക്കെ സേവനം ചെയ്യാൻ കഴിയുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അവർക്ക് തുടർന്നും നമ്മെ സേവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കും. അതിന് ജഗദീശ്വരൻ അവർക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ ആമുഖ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MP ശ്രീ MK രാഘവൻ അവർകളാണ് മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുവനീറിൻ്റെ പ്രകാശനവും ബഹുമാന്യനായ MP ഇവിടെ നിർവഹിക്കുകയാണ്. ഈ ചടങ്ങുകൾക്ക് വേണ്ടി ശ്രീ MK രാഘവൻ അവർകളെ ക്ഷണിക്കുന്നു. 33ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂൾ പ്രസിദ്ധീകരിക്കുന്ന മഷിപ്പൂക്കൾ എന്ന സോവനീറിൻ്റെ പ്രകാശന കർമ്മവും പ്രഭാഷണവും അടുത്തതായി നടക്കുകയാണ്. സ്കൂൾ പ്രസിദ്ധീകരിക്കുന്ന സോവനീർ മഷിപ്പൂക്കൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. 33ാം വാർഷികം ആഘോഷിക്കുന്ന ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതുതായി നിർമ്മിക്കപ്പെട്ട ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം അല്പനിമിഷങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. 33 വർഷക്കാലത്തെ ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ പൈതൃകവും പാരമ്പര്യവും തുടർന്നും ഉയർത്തിപ്പിടിക്കാൻ ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, ഞാൻ പറയുന്നത് കേരളത്തിലുള്ളതായിട്ടുള്ള എല്ലാ മാറ്റങ്ങളുടെയും എല്ലാ പുരോഗതിയുടെയും എല്ലാ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനം വിദ്യാഭ്യാസം തന്നെയാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവനകൾ, അതിൻ്റെ ഓരോ രംഗത്തുമുള്ള അവരുടെ അർപ്പണ ബുദ്ധി എടുത്തു പറയേണ്ടതാണ്. ഏതായാലും ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 33ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല ലൈബ്രറി കിട്ടുകയാണ്. ഇപ്പോൾ വായനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പലപ്പോഴും ചില തർക്കങ്ങളും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. വായന മരിക്കുകയാണോ? ഒരു ചർച്ച നടക്കുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വായന മരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ വായനാശീലം കൂടണം. കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലുമാണ്, അതല്ലെങ്കിൽ മൊബൈലിലാണ്, അതല്ലെങ്കിൽ ടെലിവിഷനിലാണ്. ഞാൻ പറയുന്നത് കുട്ടികൾ കൂടുതൽ വായിച്ചാൽ മാത്രമേ കൂടുതൽ വിജ്ഞാനം നേടാൻ സാധിക്കൂ, കൂടുതൽ അറിവ് പകരാൻ സാധിക്കൂ. അറിവ് നേടാൻ കഴിയണമെങ്കിൽ വായന പ്രധാനപ്പെട്ട ഘടകമാണ്. അതാണ് കുഞ്ഞുണ്ണി മാഷ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. വായിച്ചില്ലെങ്കിൽ വളയും, വായിച്ചാൽ വിളയും. അപ്പം അങ്ങനെയാണെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് നല്ല വായനാശീലമുള്ള കുട്ടികളെ സൃഷ്ടിക്കാൻ കൂടി ഇവിടെ സാധിക്കണം. എനിക്ക് തോന്നുന്നു ഈ ലൈബ്രറിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വായനാശീലമുള്ള കുട്ടിയെ തിരഞ്ഞെടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാലയം നിലക്ക് ഇവിടുത്തെ അധ്യാപകന്മാർക്കും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും രക്ഷാകർതൃ സമിതിക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ, നന്നായി അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ മാനേജർ സുലൈം മാഷയെയും സഹപ്രവർത്തകന്മാരെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 33ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി
മഷിപ്പൂക്കൾ എന്ന പേരിൽ ഒരു സുവനീർ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ MK രാഘവൻ സർ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. 1982 മുതൽ 2015 വരെ ഈ വിദ്യാലയം ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൗത്യത്തിൻ്റെ നേർക്കാഴ്ച ഈ മഷിപ്പൂക്കളിൽ സന്നിവേശിപ്പിക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. സാഹിത്യാഭിരുചിയുള്ള കാവ്യാത്മകതയും കാൽപ്പനികതയും ഒട്ടേറെയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ ഒരു ഇരുത്തം വന്ന സാഹിത്യകാരനെ പോലെ അവർ ഈ സോനീറിൽ എഴുതിയിട്ടുണ്ട്. പരമാവധി ഈ സോനീറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും ഈ സോനീറിലേക്ക് ഈ സൃഷ്ടികൾ തന്ന് സഹായിച്ചിട്ടുണ്ട്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാന പരിപാടിയും ഈ വർഷം ഈ സ്കൂളിലെ മികച്ച അക്കാദമിക നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികളുള്ള സമ്മാനദാനവും ആണ്.
ക്ലാസ്സുകളിലായി ഇന്ന് 2075 കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചു വരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 400 കുട്ടികൾ ഇന്ന് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ 2475 കുട്ടികൾ പഠിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളിൽ ഒന്നായി നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത ഈ അവസരത്തിൽ
നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ SSLC പരീക്ഷ പാസ്സാവുന്ന കുട്ടികൾക്കുള്ള ഹയർ സ്റ്റഡിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ബഹുമാന്യനായ മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും ഒരനുകൂലമായ സമീപനം സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള എല്ലാ മാന്യവ്യക്തികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MLA VM ഉമ്മർ മാസ്റ്റർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ഈ ചക്കാലക്കൽ ഹൈസ്കൂളിൻ്റെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉദ്ഘാടന പ്രസംഗം ഇവിടെ നടത്തുകയാണ്. ബഹുമാന്യനായ മന്ത്രി വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തിൻ്റെ ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പരിപാടി എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തുകയും ഈ ബ്ലോക്കിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്തതിലുള്ള സന്തോഷവും നന്ദിയും ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മന്ത്രിയെ ക്ഷണിക്കുന്നു. മറ്റ് വേദിയിലും മുമ്പിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, സഹോദരന്മാരെ, പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ദിനപത്രങ്ങളുമെല്ലാം കുട്ടികൾ വായിക്കേണ്ടതും അതനുസരിച്ച് അവരുടേതായ നിഗമനങ്ങളിൽ എത്തേണ്ടതും അത്തരം കാര്യങ്ങളിലൂടെ ലഭിക്കുന്ന പൊതുവിജ്ഞാനം, സാമാന്യ വിജ്ഞാനം അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രയോജനപ്പെടുത്തുകയും വേണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യാ രംഗത്തുണ്ടായിട്ടുള്ള അപൂർവമായ മുന്നേറ്റം ഒരു വലിയ അളവോളം വായനയെ ബാധിച്ചിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്രമല്ല, പൊതു സമൂഹത്തിനിടയിലും അങ്ങനെയാണ്. ഇന്ന് എല്ലാം തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മുടെ വിരലൊന്നമർത്തിയാൽ നമ്മുടെ കൺമുമ്പിൽ ലഭ്യമാകുന്ന അവസ്ഥാവിശേഷമുണ്ട്. പത്രങ്ങൾ പോലും അതിൻ്റെ ഓൺലൈൻ കോപ്പികൾ ഇന്ന് മൊബൈലുകൾ വിലയിൽ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റിലും കമ്പ്യൂട്ടറിലുമൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ലോകത്തെമ്പാടും അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഞൊടിയുടെക്കുള്ളിൽ ലഭിക്കുവാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഇന്ന് നമുക്കുണ്ട്. ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ളതുപോലുള്ള നല്ല കെട്ടിടങ്ങൾ, നല്ല സൗകര്യങ്ങളുള്ള കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ, മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി ഒരു നല്ല ലൈബ്രറി കെട്ടിടം ഉണ്ടാക്കാൻ മുന്നോട്ട് വന്ന ഈ സ്കൂളിൻ്റെ ഭാരവാഹികളെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ പഠനരംഗത്ത് ഒട്ടേറെ നൂതനമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ വരുന്നുണ്ട്, ടാബ്ലറ്റ് PCകൾ വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് നൽകാനായിട്ട് സാധിക്കും. അതെല്ലാം അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കും. അതാത് സമയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് അത്തരം കാര്യങ്ങൾ നമുക്ക് സ്കൂളുകളിൽ ചെയ്യാൻ കഴിയും. എല്ലാ സ്കൂളുകളിലും ഒരേ സമയത്തെല്ലാം ചെയ്യാൻ കഴിയില്ലെങ്കിലും ഓരോ ഫേസ് ടു ഫേസ് മാനറിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷെ അതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടാകുമ്പോഴും ഈ ഇത്തരം കാര്യങ്ങളെ പരമ്പരാഗതമായി കൺവെൻഷനലായി നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ളതും ഏത് കാലഘട്ടത്തിലും പ്രസക്തിയുള്ളതുമായ ഇത്തരം കാര്യങ്ങൾ നിലനിർത്തുവാനും അതിനെ പരിപോഷിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ ഏത് ഭാഗത്തുനിന്നുണ്ടായാലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്, ശ്ലാഘിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഈ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇങ്ങനെ കുട്ടികൾക്ക് പ്രയോജനകരമായ ഒരു പദ്ധതി നടപ്പിലാക്കിയതിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രശസ്ത സേവനം അനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്ന മുഴുവൻ അധ്യാപകരെയും അവരെയും നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങളെ പ്രകീർത്തിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ശിഷ്ടജീവിതം എല്ലാ രീതിയിലും ആയുരാരോഗ്യ സമൃദ്ധിയോടുകൂടിയുള്ളതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, ജയ്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം ഈ സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന
അധ്യാപകർക്കുള്ള മെമ്മൻറ്റോ സമർപ്പണം നടത്തുന്നതിന് വേണ്ടി അവരെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ആദരപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റിട്ടയർ ചെയ്യുന്ന ഓരോ അധ്യാപകരെയായി ക്ഷണിക്കുകയാണ്. ആദ്യമായി ശ്രീ എം രാജഗോപാലൻ മാസ്റ്റർ, പ്രിൻസിപ്പൽ. 1982 മുതൽ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായും 2001 മുതൽ ഹെഡ് മാസ്റ്ററായും 2012 മുതൽ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചു. ഡിസ്ട്രിക്ട് സ്കൗട്ട് കമ്മീഷണറായും താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ HM ഫോറം കൺവീനറായും ജില്ലാ പഞ്ചായത്തിൻ്റെ എഡ്യൂക്കേഷൻ ഫോറം അംഗമായും പ്രവർത്തിക്കുന്ന ഈ അധ്യാപകൻ ഇംഗ്ലീഷ് റിസോഴ്സ് പേഴ്സൺ കൂടിയാണ്. അടുത്തതായി ഗോപാലകൃഷ്ണൻ മാസ്റ്റർ. 1983 മുതൽ PTM ഹൈസ്കൂളിൽ തുടക്കം, പിന്നീട് കൊളത്തൂർ ഹൈസ്കൂൾ 2004 മുതൽ 2008 വരെ, അതിനുശേഷം ചക്കാലക്കൽ ഹയർ സെക്കൻഡറിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ അധ്യാപകൻ പ്രശസ്ത സംസ്കൃത പണ്ഡിതനും ഒരുപാട് ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ്. ആചാര്യ ത്രൈപുരം ഗോപാലകൃഷ്ണൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ആദരവ് ഏറ്റുവാങ്ങുന്നു. അടുത്തതായി ശ്രീ CV ശശീന്ദ്രൻ മാസ്റ്റർ. 31 വർഷമായി സാമൂഹ്യശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ക്ഷമാബായി ടീച്ചർ. സ്കൂളിലെ കുട്ടികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളായ പ്രവൃത്തി പരിചയമേളയിലും സോഷ്യൽ യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്കിലും നിരവധി സമ്മാനങ്ങൾ നേടാൻ സഹായിച്ച, സ്കൂളിൻ്റെ പ്രശസ്തി ഉയർത്താൻ സഹായിച്ച ക്ഷമാബായി ടീച്ചർ. അടുത്തതായി ശ്രീ KN വേണുഗോപാലൻ മാസ്റ്റർ. 26 വർഷമായി ഈ വിദ്യാലയത്തിന് ഗണിതശാസ്ത്ര അധ്യാപകനായി പ്രവർത്തിക്കുന്നു. വിജയോത്സവം പരിപാടികളിലും സ്കൂളിൻ്റെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യം. ബാലസുബ്രഹ്മണ്യൻ മാസ്റ്റർ. 26 വർഷമായി ഈ വിദ്യാലയത്തിലെ ഗണിതശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. അടുത്തതായി ബഹുമാന്യനായ DCC പ്രസിഡന്റ് ശ്രീ KC അബു ആശംസാ പ്രസംഗം നടത്തുന്നതാണ്. ഇതിലെ യോഗാധ്യക്ഷൻ ജനപ്രിയനായ MLA ശ്രീ ഉമ്മർ മാസ്റ്റർ, കേരളത്തിലെ പ്രശസ്തനായ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്ന അബൂഖാദർ കുട്ടി നഹാസ് സാഹിബിൻ്റെ പ്രിയപുത്രൻ, പ്രഗത്ഭനായ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുർ റബ്ബ് സാഹിബ്, കോഴിക്കോടിൻ്റെ സ്വന്തം MP ആയ ശ്രീ MK രാഘവൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ ഊർജ്ജസ്വലയായ പ്രസിഡന്റ് സിന്ധു മോഹൻ. ഈ സ്കൂളിന് 33 വയസ്സ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇപ്പം 33ാം വാർഷികമാണ്. ഇനിയിപ്പോൾ സിൽവർ ജൂബിലി നടത്തുന്ന സമയം ഒരു 10-17 വർഷമുള്ള അധിക സമയമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അധികം വയസ്സുമായിട്ടില്ല. അതുകൊണ്ട് 50ാം വാർഷികം ഞാനേതായാലും പങ്കെടുക്കും. ഞാൻ പങ്കെടുക്കുമ്പോൾ സുലൈമാൻ മാസ്റ്റർ ഉണ്ടാകണം. ഇന്ന് പങ്കെടുത്ത ബാക്കിയുള്ളവരും കൂടി ഉണ്ടാകണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ജയ് ഭാരത്. അടുത്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു മോഹൻ. നല്ലവരായ വിദ്യാർത്ഥിനികളെ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തായി നടക്കുന്നത് ഈ വർഷം ഈ സ്കൂളിലെ മികച്ച അക്കാദമിക നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്കും വാർഷികത്തോടനുബന്ധിച്ച് വിവിധ സ്കൂളുകളിലെ കുട്ടികൾക്കായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുമുള്ള സമ്മാനങ്ങളാണ് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു മോഹൻ ഇവിടെ വിതരണം ചെയ്യുന്നത്. അതിനായി പ്രസിഡന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ഇനി പേര് വായിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് മുന്നോട്ട് വരേണ്ടതാണ്. ഹന്ന ഷറഫ്, +1 സയൻസ്.
Abira PC, +2 Science. Fida Fasal, +1 Commerce. AB Arun Pradap, +2 Commerce. Fatima Febina, 10th E. Tamim K, 10th K. Ramshid NK, 9th D. Nandana PU, 8th L. Muhammad Umair, +1 Science. Fatima Fairuz, +2 Science. Safwanat Farooq, +1 Commerce. Sumaya Parvi, +2 Commerce. Ashika Shirin, 10th C. Farsana Febin, 10th C. Sneha PR, 9th M. Fatima Hanna, EK, 8th H. And Fatima Fida, 8th H. അടുത്തതായി 33ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങൾ വിജയികളായവർക്കുള്ള സമ്മാനദാനമാണ്. പെയിന്റിംഗ്, വാട്ടർ കളർ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു അമാൻ തഹസിൻ, GM UPS, ആരാമ്പ്രം. സെക്കൻഡ് പ്രൈസ് കീർത്തിക ES, AUPS, എരവന്നൂർ. ആൻഡ് തേർഡ് പ്രൈസ് ഗോസ് ടു അനുപ്രിയ, AUPS, മാക്കൂട്ടം. കഥാരചന മലയാളം. കഥാരചന മലയാളം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു റിയ ഫെബിൻ, AUPS, മടവൂർ. സെക്കൻഡ് പ്രൈസ് അമീർ അഹമ്മദ് P, ഹസ്നിയ, AUPS, മുട്ടാഞ്ചേരി. ആൻഡ് തേർഡ് പ്രൈസ് നവനീത് B, ജനത, AUPS, പാലത്ത്. കവിതാ രചന മലയാളം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ആര്യനന്ദ KK, AUPS, എരവന്നൂർ. സെക്കൻഡ് പ്രൈസ് ഫാത്തിമ സനു, AUPS, പിലാശ്ശേരി.
Third prize, Ardra Sudhi, AUPS PC Palam. Next, vegetable printing. First prize goes to Fatima Shebin M, AUPS Makutam. Second prize, Fatima Minha NP, AUPS Eravanur. Third prize, Fatima BV, GMUPS Vennakadu. Next, quiz competition team ആണ്. First prize goes to Shijaz Ahmad and Abhinav KP, Hasnia AUPS Muttanjeri. Second prize goes to Ashwini K and Nehuma Hanan, Makutam AUPS. Third prize, രണ്ട് ടീം പങ്കെടുത്തിരിക്കുകയാണ്. ജസീല എ ആൻഡ് ലബീബ യാസ്മിൻ എസ്മി, AUPS എരവന്നൂർ. ആൻഡ് അബ്ദുൾ ബാസിൽ CP ആൻഡ് നിതിൻ ഭാസ്കർ NM, GMUPS വെണ്ണക്കാട്. അടുത്തതായി ഗ്രന്ഥശാല ഉദ്ഘാടന വേളയിൽ നിലവിലെ ഗ്രന്ഥശാല പരമാവധി ഉപയോഗപ്പെടുത്തിയ വായനക്കാരി നെഹീറ KP, ചക്കാലക്കൽ HSS. ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ 33ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഷട്ടിൽ ടൂർണമെൻറ്റിൽ 1ാം സ്ഥാനം നേടിയത് അൻഫാൽ ആൻഡ് അനു, ദുബായ് ബേക്സ് കൊടുവള്ളി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ഷാരിഫ് ആൻഡ് അരുൺ, ഷട്ടിൽ ക്ലബ് കക്കോടി. ഫാത്തിമ ഹന്ന EK, 8th H. സമ്മാനദാനം ഇവിടെ അവസാനിക്കുകയാണ്. സമ്മാനങ്ങൾ വിതരണം ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സഫിയ മുഹമ്മദ് സംസാരിക്കും. നമ്മുടെ ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 33ാം വാർഷികാഘോഷവും അതോടൊപ്പം പുതിയ ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമാണ് ഇവിടെ നിർവഹിച്ച് കഴിഞ്ഞിട്ടുള്ളത്. മടവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏക ഹൈസ്കൂളായ ചക്കാലക്കൽ ഹൈസ്കൂൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മികവുറ്റ സ്കൂളുകളിൽ ഒന്നാണ്. ഇന്നും നാളെയും നടക്കുന്ന എല്ലാ പരിപാടിയിലും നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്നും പറഞ്ഞുകൊണ്ടും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുലോചന ടീച്ചർ. നമുക്ക് ഇന്ന് എന്തുകൊണ്ടും ഒരു ആഘോഷമായിരുന്നു. ഈ 33ാം വാർഷികം വളരെ കെങ്കേമമായി ഇവിടെ നടത്തപ്പെട്ടു. അതോടൊപ്പം ലൈബ്രറിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ 6 അധ്യാപകരെ ആദരിക്കൽ ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എല്ലാവർക്കും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ P. കോരപ്പ മാസ്റ്റർ സംസാരിക്കും. തീർച്ചയായും ഈ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യാൻ പരിണിതപ്രജ്ഞരായ ഈ വിദ്യാലയത്തിലെ അധ്യാപകർ, ഈ രംഗത്ത് സർഗാത്മക കഴിവുകളുള്ള അധ്യാപകരുടെ
അവസാനത്തെ ഏറ്റവും വലിയ ശ്രമമായി ഈ 33-ാം വാർഷികത്തിൽ ഈ സമ്മാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഇവിടെ പിരിയുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയേണ്ടതുണ്ട്. ഞാനതിന് സമയം ചിലവഴിക്കുന്നില്ല. ശോഭ ടീച്ചറായാലും അതുപോലെ ശശി മാഷായാലും അതുപോലെ വേണു മാഷായാലും എല്ലാം തന്നെ ഈ വിദ്യാലയത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ഈ നാട്ടിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി നിന്നിരുന്നു എന്നതും അത് വിദ്യാലയത്തിന് അതിൻ്റെ സർവീസ് രംഗത്ത് നഷ്ടപ്പെടുന്നു എന്ന വേദനാജനക അനുഭവത്തിൻ്റെ മുന്നിൽ തന്നെ അവർക്കെല്ലാം എല്ലാ ആശംസകളും അർപ്പിച്ചു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ബഹുമാന്യനായ ശ്രീ ഭാസ്കർ മാസ്റ്റർ നിങ്ങളോട് ഈ 33 വർഷം കഴിയുന്ന ഈ സന്ദർഭത്തിൽ ഈ നാടിൻ്റെ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ പുരോഗതിക്കും ഉന്നതിക്കും വേണ്ടി പ്രവർത്തിച്ച ശക്തമായ ഒരു മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ടീം ഓഫ് വർക്കുള്ള കുറേ ടീച്ചേഴ്സ്, നാട്ടുകാർ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. വന്ദേ മാതരം. അടുത്തതായി MK ഹുസൈൻ ഹാജി. ഇന്ന് പിരിഞ്ഞു പോകുന്ന അധ്യാപകർക്ക് എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈ പരിപാടിക്ക് 33-ാം വാർഷികത്തിൽ ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി PTA പ്രസിഡന്റ് ശ്രീ PI പുഷ്പരാജക്കുറുപ്പ് സംസാരിക്കുന്നു. ഈ പരിപാടിക്ക് വൈകിയ വേളയിൽ വേണ്ടൊന്നും പറയാനില്ല. എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഇനിയും അവർക്ക് വേണ്ടി അവസരങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ചടങ്ങിന് ആദ്യമായി മറുപടി പറയുന്നതിന് വേണ്ടി നമ്മുടെ ചക്കാലക്കര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ രാജഗോപാൽ മാസ്റ്റർ. ഒന്നാമതായി ഒരധ്യാപകനാവാൻ കഴിഞ്ഞത് എനിക്ക് അങ്ങേയറ്റം ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനേക്കാൾ ഭാഗ്യമായി ഞാൻ കരുതുന്നത് ചക്കാലക്കര ഹൈസ്കൂളിൽ തന്നെ വന്നു ചേരാനും ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരു കുടുംബത്തെ പോലെ സ്നേഹത്തോടു കൂടി കൂടെ നിൽക്കാൻ കഴിയുന്ന ഒരു മാനേജറുടെ കീഴിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. നേട്ടങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് എടുക്കാനുള്ളതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഇന്നേ വരെയുള്ള പ്രവർത്തനത്തിൽ കോട്ടങ്ങളുണ്ടായാൽ അത് നേതൃത്വം കൊടുക്കുന്നവൻ്റെ കോട്ടങ്ങളായി പരിഗണിക്കുകയും നേട്ടങ്ങളൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. ഏതായാലും ഈ അധ്യാപന മേഖലയിലെത്തിയതും ഒരുപാട് സുഹൃബന്ധങ്ങളുണ്ടായതും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടായതും നമ്മളെക്കാൾ കൂടുതൽ ഉയരങ്ങളിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞതൊക്കെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു. അതിനെ സഹായിച്ച എല്ലാവരോടും, ഡിപ്പാർട്ട്മെൻറ്റിനോട്, നാട്ടുകാരോട്, സർവോപരി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഇന്നത്തെ നിലയെത്തിച്ച മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ തനതായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഒരു വിദ്യാലയത്തെ അണിയിച്ചൊരുക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി മെനക്കെട്ട ഈ മാനേജ്മെൻറ്റിനോട് എല്ലാവരോടും, നാട്ടുകാരോട് എല്ലാവരോടും നന്ദി പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും വേദി ഉണ്ടെങ്കിൽ പറയാം. നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെയാണ് മെയ് 31-ാം തീയതി ഈ ഞാൻ വിടവാങ്ങുന്നതെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. പ്രസംഗത്തിനായി ശ്രീ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ക്ഷണിക്കുന്നു. പല വിദ്യാലയങ്ങളിലും അധ്യാപന വൃത്തി സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിലും ശരിയായ അർത്ഥത്തിൽ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, ശരിക്കും പ്രൊഫഷണൽ എൻജോയ്മെൻ്റ് എന്ന് പറയാം, അത് അനുഭവിച്ചത് ഈ ചക്കാലക്കൽ ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന ശേഷമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു നിസ്തർക്കം ഞാൻ പറയാം.
ഇവിടെ നിന്ന് ലഭിച്ച സ്നേഹത്തിനും ഒക്കെ തന്നെ വളരെ വലിയ ഒരു കടപ്പാട് ഉണ്ട് എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവരുടെയും സ്നേഹത്തിന് മുമ്പിൽ കൂപ്പുകൈകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ശ്രീ സി വി ശശീന്ദ്രൻ മാസ്റ്റർ. വളരെ സൗകര്യങ്ങൾ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ വളരെ സൗകര്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിറഞ്ഞ സന്തോഷത്തോടുകൂടി നിങ്ങൾ നൽകിയ ഈ സ്നേഹോഷ്മളമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ഷമാബായി ടീച്ചർ. വേദിയിലിരിക്കുന്ന വ്യക്തികളെ, സഹപ്രവർത്തകരെ, മാനേജർ ഈ സ്കൂൾ ഇത്രയും പടുത്തുയർത്തിയതുകൊണ്ടും 33 വർഷത്തെ സേവനം ഇവിടെ അനുഷ്ഠിച്ച് നല്ല രീതിയിൽ ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞതുകൊണ്ടും വളരെയധികം സന്തോഷമുണ്ട്. മാനേജർക്കും അതുപോലെ സഹപ്രവർത്തകർക്കും മറ്റെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശ്രീ കെ എൻ എ വേണുഗോപാൽ മാസ്റ്ററെ മറുപടി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. കഴിഞ്ഞ 26 വർഷത്തോളം ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്തു. അതിനു മുമ്പ് ഒരു 5.5 വർഷക്കാലം തൊഴിലാളി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഒരു രസമുള്ള പ്രവൃത്തി, സാമൂഹ്യ പ്രവർത്തനം തന്നെയായിരുന്നു. വിധി പോലെ ഞാൻ ഇവിടെ വന്നു ചേർന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ജീവിതം മൊത്തത്തിൽ ഞാൻ കെട്ടിപ്പടുക്കുന്നതും ഒരു ശൈലി രൂപീകരിക്കുന്നതും ഇവിടെ വെച്ചാണ്, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് തുറന്നു വരുന്ന വർഷങ്ങളിൽ നിലനിർത്താനും പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ യശസ് എക്കാലവും ഈ ആകാശത്തിൽ ഈ ഭൂമിയുള്ള കാലത്തോളം അറിയപ്പെടുന്നതിനുള്ള സാഹചര്യം പിൽക്കാലത്തുള്ള ആളുകൾ, ഞങ്ങളുടെ പിൻതലമുറക്കാർ ഒരുക്കുമെന്നും വിശ്വസിച്ചുകൊണ്ടും ആശ്വസിച്ചുകൊണ്ടും അവർക്കതിനായി സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ ബാലസുബ്രഹ്മണ്യ മാസ്റ്റർ നമ്മോട് സംസാരിക്കും. വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിരലെണ്ണാവുന്ന സഹോദരന്മാരെ, അപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു പരിപാടി, അതായത് ഞങ്ങൾ ആദരിക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് തീർച്ചയായിട്ടും ഞാൻ ബന്ധപ്പെട്ട അധികൃതരോട് വളരെയധികം നന്ദി പറയുകയാണ്. വളരെയധികം പറയാനുണ്ട്, പക്ഷേ അത് ഇനിയുള്ള പല വേദികളിലും പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും അറിയിക്കും. ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയശ്രീ ടീച്ചറെ ക്ഷണിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ധന്യമായ ഒരു ദിവസമാണ് എന്ന് പറയാം. നമുക്ക് വളരെ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഇവിടെ കടന്നുപോയത്. 2 ദിവസമായി നടക്കുന്ന നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പോയ വർഷങ്ങളിലെല്ലാം തന്നെ വിജയത്തിൻ്റെ പടവുകൾ താണ്ടിയാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മളുടെ സ്കൂൾ ഓരോ വർഷം തോറും മുന്നോട്ട് പോവുക തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലെ എന്നല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷം വഹിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA VM ഉമ്മർ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞാൻ സ്കൂളിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് അവർകളാണ്. അദ്ദേഹത്തിന് ഞാൻ സ്കൂളിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഇവിടെ മുഖ്യ അതിഥിയായി എത്തി നമുക്ക് ആശംസകളെല്ലാം തരികയും അതുപോലെ തന്നെ സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള, അതുപോലെ സോനിയർ പ്രകാശനം ചെയ്തിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട MP MK രാഘവൻ അവർകളെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. പിന്നീട് സമ്മാനദാനം നിർവഹിച്ച നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു മോഹൻ അവർകൾ.
സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയങ്കരനായ മാനേജർ, ആശംസാ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള DCC പ്രസിഡന്റ് ശ്രീ KC അബു, PTA പ്രസിഡന്റ് ശ്രീ പുഷ്പരാജക്കുറുപ്പ്, റിട്ടയർ ചെയ്യുന്ന നമ്മുടെ പ്രിൻസിപ്പാൽ അടക്കം ഉള്ള അധ്യാപകർ, എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഈ ചടങ്ങിൻ്റെ വിജയത്തിനു വേണ്ടി അതിനു പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച എല്ലാ അധ്യാപകരും, അധ്യാപകേതര ജീവനക്കാർ, PTA അംഗങ്ങൾ, നാട്ടുകാർ, രക്ഷിതാക്കൾ, ഭക്ഷണമൊരുക്കിയവർ, ഇങ്ങനെയുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.